السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പരിശുദ്ധമായ റമളാൻ എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും ഒതുക്കി വെക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന പരിശീലിക്കുന്ന ഒരു മാസമാണ്. മനുഷ്യന് ആവശ്യമായ വികാരങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത വികാരങ്ങളുണ്ട്. ചില വികാരങ്ങൾ ചില സമയത്ത് ആവശ്യമാകും, ചില സമയത്ത് തീരെ പാടില്ലാത്തതുമാകും. ഒരു വികാരമാണ് ദേഷ്യം എന്നുള്ളത്. പിശാചിൽ നിന്നാണ് അത് കടന്നു വരുന്നത്. പിശാചിനെ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ ഏറ്റവും സുഖമുള്ള സമയമാണ് അവൻ ദേഷ്യം പിടിക്കുന്ന സമയം എന്നാണ്. ഏറ്റവും വലിയ ശക്തവാൻ നിങ്ങൾ തമ്മിൽ പരസ്പരം മൽപ്പിടുത്തത്തിൽ വിജയിക്കുന്നവനല്ല, മറിച്ച് ദേഷ്യം വരുമ്പോൾ അതിനെ ശമിപ്പിക്കുന്നവനും പിടിച്ചു വെക്കുന്നവനുമാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നാം ഏറ്റവും നല്ല കഴിവുള്ളവരായി മാറണം. ഈ പരിശുദ്ധ മാസത്തിൽ അതിനു വേണ്ടി നമ്മളൊന്ന് പണിയെടുക്കണം, പ്രാക്ടീസ് ചെയ്യണം. നോമ്പുകാലം ഒരു ക്ഷമയുടെ കാലമാണ്. അവനക്ക് നല്ല വിശപ്പുണ്ട്, നല്ല ദാഹമുണ്ട്, മുമ്പിൽ നല്ല ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. പക്ഷേ അവൻ ക്ഷമിക്കുകയാണ്, ശരീരത്തെ പാകപ്പെടുത്തുകയാണ്. പലപ്പോഴും പലതും പറയേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അവൻ പിടിച്ചു വെക്കുകയാണ്. ഞാൻ നോമ്പുകാരനായതുകൊണ്ട് ഞാൻ വെറുതെ വിടുകയാണ് എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. നോമ്പല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. നോമ്പ് അവനെ പരിശീലിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ് എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ വിജയവും അവിടെയാണ്. നല്ല ഒരു സൽസ്വഭാവിയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് അതവൻ്റെ ദേഷ്യമില്ലായ്മയാണ്. ആരും ഇഷ്ടപ്പെടണമെങ്കിൽ ആ ഒരു ക്യാരക്ടർ അവനിൽ ഉണ്ടാകണം. കുടുംബത്തോട്, അയൽവാസിയോട്, ഉറ്റവരോട്, ഉടയവരോട്, ശിഷ്യന്മാരോട്, ഇങ്ങനെ തുടങ്ങി നാം പെരുമാറുന്ന സമയത്ത് ആരോടെല്ലാം ഇടപഴകുന്നോ അവരോടെല്ലാം നല്ല മയത്തിലായിരിക്കണം പെരുമാറേണ്ടത്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വിശ്വാസികളുടെ അടയാളം അവർ സന്തോഷത്തിലും സന്താപത്തിലും വിഷമഘട്ടത്തിലൊക്കെ നല്ലോണം ധർമ്മം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം വിശ്വാസിയുടെ അടയാളമായി ക്വാളിറ്റിയായി എണ്ണി പറഞ്ഞതാണ് വൽ കാളിമീനൽ ഗൈൽ. ദേഷ്യം വരുമ്പോൾ പിടിച്ചു വെക്കുന്നവരാണ് അവർ. ഉടനെ തന്നെ പൊട്ടിത്തെറിക്കൂല, നല്ലോണം കടിച്ച് പിടിക്കാൻ ശ്രമിക്കും. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്കൊക്കെ മാപ്പ് ചെയ്ത് കൊടുക്കും. എന്നോട് ഇങ്ങോട്ട് ആക്രമിച്ചവനായാലും, എന്നെ തോൽപ്പിച്ചവനായാലും, എന്നെ എന്തെല്ലാമോ ചീത്ത പറഞ്ഞവനായാലും സാരല്ല, പോട്ടെ, അഫു ചെയ്ത് കൊടുക്കുന്നൊരു മനസ്സ്, അതും വിശ്വാസിയുടെ വലിയൊരു അടയാളമാണ്. അള്ളാഹു അങ്ങനത്തെവരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെ മകനാണ്. തൻ്റെ വീട്ടിൽ ജോലിക്കാരനായ ഒരു അടിമയുണ്ട്. അന്നത്തെ കാലം അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു കാലം. തനിക്ക് വുളൂ ചെയ്യാൻ ഒരു മൺപാത്രത്തിൽ വെള്ളമെടുത്തു കൊണ്ടുവരുന്നു. വുളൂഇന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു തരുന്ന സമയത്ത് പെട്ടെന്ന് ആ പാത്രം നിലത്ത് വീണ് ഉടഞ്ഞുപോയി. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം ചുവന്നുപോയി, ദേഷ്യം വന്നു. ഇതാ മനസ്സിലാക്കിയ അടിമ വേഗം ഖുർആനിൻ്റെ ആയത്ത് ഓതുകയാണ്. വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്. ഈ ആയത്ത് ഓതിയപ്പോൾ വൽ കാളിമീനൽ ഗൈള എന്നല്ലേ ഖുർആൻ പറഞ്ഞത് എന്ന് പരിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾ ഓർമ്മിപ്പിച്ചപ്പോൾ മഹാനവറുകൾ തണുത്തുപോയി. കലം തോയലി, ഞാൻ എൻ്റെ ദേഷ്യത കടിച്ചു പിടിച്ചിരിക്കുന്നു.
വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്കെല്ലാം മാപ്പ് ചെയ്യണമെന്നല്ലേ ഖുർആൻ എന്ന് അടിമ ഓർമ്മപ്പെടുത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു അഫൗതു അൻക, നിനക്ക് ഞാൻ എല്ലാം മാപ്പ് തന്നിരിക്കുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനീങ്ങളെ നന്മ ചെയ്യുന്നവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ഹബ് അൻത ഹുറുൻ, നീ പോയിക്കോ, ഇന്ന് മുതൽ നീ സ്വതന്ത്രനാണ് എന്ന് അവിടുന്ന് ആ അടിമയെ മോചിപ്പിച്ച് പറഞ്ഞയച്ച ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ അവർക്ക് കേൾക്കുമ്പോഴേക്ക് മനസ്സിന് പാകം വരുന്നു എന്നുള്ളൊരു ഭാഗം കൂടി ഇതിൽ നിന്ന് വായിക്കാനുണ്ട്. ദേഷ്യമില്ലാതെ പ്രവർത്തിക്കാനും ജീവിക്കാനും പെരുമാറാനും കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ സ്ഥാനത്തെത്തിച്ചേരും. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം, നിൻ്റെ ഈമാന്, നിൻ്റെ വിശ്വാസത്തെ തകർക്കും ദേഷ്യം. ഏതുപോലെ അൽ ഗളബു യുഫ്സിദുൽ ഈമാന കമാ യുഫ്സിദുൽ ഖല്ലു അൽ അസൽ, തേനിലേക്ക് അല്പം സിർക്ക ഒഴിച്ചാൽ ആ തേന് കേടുവന്നു പോകും, അതിൻ്റെ രുചി നഷ്ടപ്പെട്ടു പോകും എന്നതുപോലെ നീ വലിയ ഈമാനുള്ള ആളാണ്, വിശ്വാസിയാണ്, നല്ല മുഅ്മിനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിന്നിൽ കടുത്ത ശുണ്ഠിയാണ്, മുക്കത്ത് ശുണ്ഠി എന്നൊക്കെ പറയും പോലെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിന് തന്നെ അടിയാണ്. ഇങ്ങനത്തെ ദേഷ്യക്കാരനാണെങ്കിൽ നീ പരിപൂർണമായ വിശ്വാസിയായിട്ടില്ല. നിന്നിൽ എന്തോ നിന്നെ കേടുവരുത്തുന്ന ഒരു പദാർത്ഥം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്വർഗം നേടാൻ ഉതകുന്നൊരു അമലാണ് ക്ഷമിക്കുക, ദേഷ്യം മാറ്റിവെക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഔസുനി യാ റസൂലല്ലാ, എനിക്കൊരു വസിയ്യത്ത്, നാളെ രക്ഷപ്പെടാൻ നന്നാകാൻ പറ്റിയ ഒരു ഉപദേശം ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ പറഞ്ഞു ലാ തഗ്ളബ്. വീണ്ടും ചോദ്യകർത്താവ് ആവർത്തിച്ചു, അപ്പോഴും പറയുന്നു ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കണ്ട. 3 തവണ ആവർത്തിച്ചു പറയാണ് ദേഷ്യം പിടിക്കണ്ട എന്നാണ്. ദേഷ്യം പിശാചിൽ നിന്നാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി. ആ സമയം ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉരുവിടേണ്ടതും അവനിൽ നിന്നുള്ള കാവലിനെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ രണ്ടാൾ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ്. ഒരാളുടെ മുഖം ഇങ്ങനെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇന്നത് വാക്കൊന്ന് പറയും, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഞാൻ പറയും പോലെ പറയൂ, നിങ്ങളുടെ ദേഷ്യം ഇല്ലാതായിത്തീരും. പലപ്പോഴും പല ബന്ധങ്ങളും തകർക്കുന്നത് നമ്മുടെ എടുത്തുചാട്ടമാണ്, ദേഷ്യങ്ങളാണ്, സംസാരമാണ്. ദേഷ്യമുള്ള സമയത്ത് ഒരു ഡിസിഷനും നമ്മൾ എടുക്കാൻ പാടില്ല. പലപ്പോഴും ആ തീരുമാനങ്ങൾ പാളിപ്പോകും, അത് അക്രമാസക്തമാകും എന്ന് നമുക്ക് പലതുകൊണ്ടും ബോധ്യപ്പെട്ടതാണ്. പുതിയൊരു കാറ് വാങ്ങിയ ഒരച്ഛൻ കുഞ്ഞിനെ ഇരുത്തി കടലോരത്തേക്ക് ചെന്നു. അവിടെ ഇങ്ങനെ കളിക്കുന്നിടയിൽ കുട്ടി കയ്യിൽ കെട്ടിയ ഒരു കമ്പുമായി കാറിൽ ഇങ്ങനെ വരച്ചു. പുതിയ വാഹനമാണ്, വല്ലാതെ ആശിച്ച് വാങ്ങിയതായിരിക്കുമല്ലോ. ഇത് കണ്ട ബാപ്പ ആ കുട്ടിയെ ആഞ്ഞടിച്ചു. ദേഷ്യം കടന്നു പോയതാണ്. ആ കുട്ടീൻ്റെ കയ്യിന് വല്ലാത്ത പരിക്ക് പറ്റി. ഡോക്ടറെ സമീപിച്ചു. പറഞ്ഞു, ഇത് കുറച്ച് പ്രയാസമാണ്, നന്നായി കിട്ടൽ, ഈ രോഗം മാറിക്കിട്ടൽ പ്രയാസമാണ്. വല്ലാതെ വിഷമിച്ചു. ബാപ്പ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. പിന്നെ ആ കാറിലേക്കൊന്ന് നോക്കിയതാണ്. എന്താണ് എൻ്റെ മോന് വരച്ചു കൂട്ടിയത്, എന്താണ് ചെയ്തത്? ഐ ലവ് പപ്പ, പപ്പയെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന വാക്കാണ് എഴുതിയത്. ഇതും കൂടി കണ്ടപ്പോഴേക്കാ വാപ്പാക്ക് വല്ലാത്ത വിഷമം. ഇത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ അടിക്കൂലായിരുന്നു, സ്നേഹത്തിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ലല്ലോ എന്ന് വെക്കുമായിരുന്നു. ഇത് ചെയ്തുപോയി, അടിച്ചുപോയി, കൈ തളർന്നുപോയി, ഇനി ശിഫയാകാൻ, ഇതൊന്ന് മാറിക്കിട്ടാൻ വലിയ പ്രയാസമാണ് എന്നറിഞ്ഞപ്പോൾ സങ്കടം സഹിക്കാതെയായി. പലപ്പോഴും നമ്മുടെ ദേഷ്യത്തോടുള്ള തീരുമാനങ്ങൾ, എടുത്തുചാട്ടങ്ങൾ അപകടത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ വൈകാരികമായിട്ടുണ്ടാകുന്ന ഒന്നാണല്ലോ ദേഷ്യം. വരുമ്പോൾ എങ്ങനെ ശമിപ്പിക്കണം എന്നുകൂടി അവിടുന്ന് വരച്ച് കാണിച്ചിട്ടുണ്ട്. നിനക്ക് നിന്നുകൊണ്ടാണ് ദേഷ്യം പിടിക്കുന്നതെങ്കിൽ നീ ഉടനെ ഇരിക്കാൻ ശ്രമിക്കുക. നിന്നിട്ടിങ്ങനെ ദേഷ്യം പിടിക്കുമ്പോൾ അവൻ ഇരുന്നാൽ അവൻ്റെ ശരീരത്തിന് തന്നെ ഒരു പാകപ്പെടുത്തൽ വരുത്തും, അതിലൂടെ വരും. അതുകൊണ്ട് ഇരുന്നിട്ടാണ് നീ ദേഷ്യം വരുന്നതെങ്കിൽ നീ കിടന്നോ എന്നാണ്. ഒന്ന് പോയിട്ട് നീ വുളു ചെയ്തോ, തണുപ്പിച്ചോ, ശരീരം ഇങ്ങനെ ഹീറ്റാകല്ലേ, ഒന്ന് പോയി വുളു ചെയ്താൽ മതി.
കിടന്നാൽ മതി. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് റെമഡികൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അയ്യതദക്കറ ഹാജത്തൽ അബ്ദി ഇലാ അഫ്വി റബ്ബിഹി, നീ അള്ളാഹുവിൻ്റെ മാപ്പും നിന്നോട് ദേഷ്യം പിടിക്കാതിരിക്കൽ ഇഷ്ടപ്പെടുന്നില്ലേ? അതൊന്ന് ചിന്തിച്ചാൽ മതി. ഞാനിവിടെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, ദേഷ്യം പിടിക്കാതിരുന്നാൽ എൻ്റെ റബ്ബ് എനിക്ക് മാപ്പ് ചെയ്തു തരും എന്നൊന്ന് നീ അവിടുത്തെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ നിൻ്റെ ദേഷ്യം കുറയും. മറ്റൊരു കാര്യം പറഞ്ഞത് അയ്യുത്താലിഅ സീറത്തൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒന്ന് ആലോചിച്ചാൽ മതി, ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചാൽ മതി. എത്രയാണ് ക്ഷമിച്ചത്, എന്തെല്ലാം അക്രമങ്ങൾ, എറിഞ്ഞ് ഓടിച്ച സമുദായത്തെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും വേണ്ട ജിബ്രീൽ, അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നാളെ നന്നായി വന്നാൽ എന്നാശിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദിലേക്ക് നടന്നു പോകുമ്പോൾ പലപ്പോഴായിട്ട് വൃത്തികേടുകളെ കൊണ്ട് പരിഹസിക്കുന്ന ഒരു വനിത ക്ഷമിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ എല്ലാം റിസൾട്ട് അവർ വിശ്വാസികളായി മടങ്ങിയെത്തി എന്നുള്ളതാണ്. ഇത് നമ്മൾ അതിൻ്റെ കൂടെ വായിക്കുമ്പോൾ ഏറെ വലിയ സന്തോഷം നൽകുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ക്ഷമ പഠിക്കാൻ, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമ്മളെ പാകപ്പെടുത്തുകയാണ് പരിശുദ്ധമായ റമളാൻ. നമ്മൾ ഒരുങ്ങുക, തയ്യാറാവുക. അള്ളാഹു തുണക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.